ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മള് കുറേ ആയി പോകുന്നുണ്ട്. അപ്പോൾ ഒരു സന്തോഷമുണ്ട് പോണതില്. അങ്ങനെ അവള് 7 മാസം പ്രഗ്നന്റ് വരെ അങ്ങനെ കാണാൻ പോണേ. കണ്ടിട്ടില്ല നമ്മള് കൊറേ വിചാരിച്ച് പോകണം പോകാനില്ല. അപ്പൊ ഇന്ന് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. പോയിട്ട് വരാല്ലേ എല്ലാവർക്കും കാണാം. നമുക്ക് നാട്ടിൽ പോകണതിൽ സന്തോഷമുണ്ടല്ലോ. അങ്ങനെ കവിതന്നെല്ലാം കാണാം. എത്ര ആയി ഇത്ര കുറെ കൊണ്ടാക്കില്ല. അമ്മമ്മ മരിച്ചപ്പോ നമ്മൾ പോയത് അതിന്റെ പിന്നെ പോയിട്ടില്ല. അപ്പൊ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് എടുക്കണം അല്ലേ? അതെ, ഫ്രൂട്ട്സ് എടുക്കാം. ഫ്രൂട്ട്സ് എല്ലാം എടുത്താ ಇದು ಬಾಕ್ಸ್ ಉಂಟಾ ಪ್ಯಾಕ್ ಮಾಡಿ. ഇതൊരു എന്ത് തക്കാളി മാതിരി ഉണ്ടല്ലേ? തക്കാളി മാതിരി ജ്യൂസ് ಮಾಡದ ಇದು? ഇത് നോക്ക്. ഇത് അവിടെ നമ്മൾ പണി സ്ഥലത്തിനുണ്ട്. ഇത് തിന്ന ചത്തു പോകും പറഞ്ഞിട്ട് എല്ലാവരും വന്നു നോക്കിട്ട് അവിടെ വിട്ടിട്ട് വന്നു. ഇതിന്റെ എത്ര ഉണ്ടായോ? ഇത് ഇന്നാണ് അറിഞ്ഞ എനിക്ക് കിട്ടുന്നത്. ഇത് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ ഇല്ല, കാലിയായി. ഇത് രണ്ട് തിന്നാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മള് കവിതന്റെ വീട്ടിലേക്ക് എത്തി. അമ്മ എന്താ സ്പെഷ്യൽ എടുത്ത് തന്നിന്? എന്താ അത്? കച്ചമ്പർ. ഗീത ചിക്കൻ തിന്നുള്ളല്ലേ? ഗീതൊക്കെ വെറും ചോറ്. സാധാരണ ചോറ് എടുക്കുന്നു. സ്പെഷ്യൽ അല്ലേ? കണ്ടിട്ട് മനസ്സിലായില്ലേ? അപ്പൊ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കാം. കല്യാണൊക്കെ കൊടുക്കുമ്പോ ഈ കിണർ ഇങ്ങനെ വീടൊന്നും ഇല്ലാതെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട്. കവിതന്റെ ആദ്യം മോതിരം ഊരി പോയത് അത് ഇനിയും കിട്ടിയിട്ടില്ല. എന്റെ ഉള്ളിൽ കൊറേ മോതിരം ഉണ്ടാവും അല്ലെ? ഒരു മോതിരം അല്ലേ? അന്നേരം നമ്മളെ ഇത് ഈ സൈഡ് ഇല്ലല്ലോ, ഇങ്ങനെ വന്നിട്ട് ഇത് ഇവിടെ വരെ ഉള്ളൂ. ഇപ്പൊ ഇത് കൂട്ടിയെടുത്തോണ്ട് ഇവരെ വന്നിട്ട് കണ്ടിട്ട് ഇപ്പൊ കറണ്ടോ വെള്ളമല്ലോ ഇത് പഞ്ചായത്തിൽ നിന്ന് വരുന്നുണ്ടല്ലേ വീട്ടില്? ഇല്ല, ഇത് നമ്മളെ എല്ലായിടത്തും കയറുന്നുണ്ട്. നിലവിൽ എല്ലാവരും കയറുന്നുണ്ട്. ഇപ്പൊ പക്ഷെ കിണറെല്ലാം വെള്ളം വരുന്നോണ്ട് പുതിയ കുടിവെള്ളത്തിന്റെ പരിപാടി ഇപ്പൊ റോഡ് കയറിയിട്ടുണ്ട്, അതും വരുന്നുണ്ട് ഇപ്പൊ നിലവിൽ. ഇത് പണ്ടേ ഉള്ളത് നമ്മള് എല്ലാരും വീട്ടിലും എല്ലാരും കിണറുണ്ടാവും. കർണാടകത്ത് പോയാല് എല്ലാരും വീട്ടിൽ കിണറുണ്ടാവില്ല, എല്ലാരും പൈപ്പല്ലേ വെള്ളം. എനിക്ക് പൊതുവെ കേരളത്തിലെല്ലാം വരുമ്പോ ഇങ്ങനെ ഒരു ജനൽ മാതിരി ഈ കിച്ചണിന്റെ ഈ സൈഡിൽ ഇങ്ങനെ തന്നെ വെള്ളം എടുക്കാം, അവിടെ തന്നെ ചോറ് കറി വെക്കാം. ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ആക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ അച്ഛന്റെ നാട്ടിലെല്ലാം ഇങ്ങനെ ഉണ്ട്. അങ്ങനെ തന്നെ എല്ലായിടത്തും. ഇത് കുറച്ച് ഇപ്പുറം മാറിയെന്നുള്ളൂ. ഇവിടുത്തെ വെള്ളത്തിന് നമ്മള് നേരിട്ട് വെള്ളത്തിൽ നോക്കണം. അപ്പൊ നമ്മൾ ചെറുതിലുള്ള അച്ഛനെ കൂട്ടി കൊണ്ടായി നാട്ടിക്ക് തലശ്ശേരി. തലശ്ശേരി ഭാഗത്ത് പറഞ്ഞ തൂണേരി നമ്മൾ വന്നിട്ട് അവിടെ എല്ലാവരുടെ വീട്ടിലും ഒരു കിണറുണ്ട്. എന്താ കവിതന്റെ അവർക്ക് കിട്ടിയ സമ്മാനങ്ങൾ അല്ലേ? അതെ അല്ലേ? ഇതല്ലേ ഫിലം ആക്ടർ അല്ലേ ഇത്? അതെ, ഓ മാത്രമേ പോയിട്ടുള്ളൂ. മറ്റേ ഈ ഇത് കിട്ടുമ്പോ പിന്നെ ഇപ്പം ഈ സാധനത 50 ശേഷം പോയിട്ട് കൊണ്ടുവന്ന അതെ. അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്ന്. ഇത് ഗോൾഡിന്റെ ആദ്യം ആ വെള്ള സാധനം ഇത്, പിന്നെയാണ് ആ ഗോൾഡിന്റെ ആയിട്ട്, പിന്നെ ഇത് ഡയമണ്ട്, പിന്നെ കിട്ടിയതായി ഇത്. ഞങ്ങളെല്ലാം വീഡിയോയിൽ കാണലുണ്ടമ്മ. ഇതെല്ലാം ഇങ്ങനെ നമ്മള് 5 പേരും എല്ലാ ബോട്ടത്തിലും ഉണ്ടാവും. പണ്ട് നമ്മളെ
എടുത്തതല്ലേ അതെല്ലാരും എടുക്കുമ്പോ ആ ഫോട്ടോ ഒന്ന് വരിക പിന്നെ ഇവർ ഒറ്റക്ക് പോയിട്ട് എടുക്കുന്നതായി ഇങ്ങനെ വരുന്നത്. ഇപ്പം കവിത ഇങ്ങനെ ആയതിനു ശേഷം പിന്നെ ഇവൻ ഇടക്കിടക്ക് ഇങ്ങനെ ഒറ്റക്ക് തന്നെ പോലെ ഇപ്പൊ ദൂരം വഴിയൊന്നും പോലില്ല ചെക്കന്മാർക്ക് വന്നിട്ടല്ലേ പോന്നല്ലോ. ഇല്ല ഇന്ന് പോകില്ല. അപ്പൊ ഇന്ന് നിന്നിട്ട് നാളെ പോകാതെ എന്തായാലും ഇന്ന് പോകാനുള്ള പരിപാടിയാണ്. പക്ഷേങ്കിൽ ഇന്ന് നടക്കൂല ഇന്ന് നടക്കൂല. ആകെ എത്രയോ മാസം കഴിഞ്ഞിട്ട് ഒരു ദിവസം പറഞ്ഞേ ഇന്ന് പോകാന്ന് പ്ലാനിട്ട് അല്ലേ? നിങ്ങളങ്ങനെ പോകുന്നത് കാണണല്ലോ. നിങ്ങക്ക് ഏത് ഭാഗത്ത പോണ്ടേ അറിയോ? അറിയില്ലോ. ഇല്ല നിങ്ങൾക്ക് മുട്ടവരെ അറിയില്ലോ. ബാക്കി ആരും ഉണ്ടാക്കേ അല്ലേ? ഇവിടുത്തെ ഒരു പേര് പറഞ്ഞാല് ഒരു സെക്കൻഡ് കൊണ്ട് മറന്നുകൊണ്ട് ചാലോട് പറഞ്ഞു കവി ഫോണാക്കിട്ട് ചാലോടില് പോകട്ടെ, ചാലോടിന്റെ ബസ്സിൽ പോവാ, ചാലോടിൽ ഇറങ്ങി പിന്നെ പാവനൂർ മട്ട. ഈ പാവനൂർ മൊട്ടായി എനിക്ക്. അത് അപ്പൊ മറന്നു പോണ കൊണ്ട് കവിന്റെ അടുത്ത് പിന്നെയും ചോദിച്ചിട്ട് അത് ഫോണിൽ ഞാൻ വോയിസ് മെസ്സേജിൽ ഏടാക്കി വെച്ച് അങ്ങനെ ഒരു സെക്കൻഡിൽ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പേര്. നമ്മുടെ സൈഡിലുള്ള ഈ കൊടുകള് കുസൽ നഗരം, മടിക്കേരി, പിന്നെ സുണ്ടിയൊപ്പം, കൊടകരല്ലി, ബോയിക്കേരി അത് അങ്ങനെ ഉണ്ടാവും മനസ്സിൽ. പക്ഷെ എനിക്ക് വളരെ സ്ഥലം അറിയാം ഈ ചുണ്ടിക്കൊപ്പിയും. ചായ കുടിക്കാൻ പോകും. മീൻ കറി വെക്കല്ലേ? നാട്ടിലത്തെ ഒരു മീനിന്റെ ഒരു ടേസ്റ്റേ വരുന്നുണ്ട് ഫ്രഷ് ആയിട്ട്. നമ്മുടെ അവിടെ പോലെ 2 ദിവസം അതാ. അപ്പൊ കറി വെക്കാൻ തുടങ്ങല്ലേ? മീനെ പൊരിക്കാനുണ്ട്, പൊരിച്ചിട്ട് തരാം. നമ്മള് കറി വെക്കാം. നിങ്ങൾ നീണ്ടുന്നല്ലേ? ബാക്കിയെല്ലാം അങ്ങനെ. ഇനി നമുക്ക് തക്കാളി ചട്ടിയിൽ വീഴാൻ വെക്കാം. അടക്ക ഇനി കുളിച്ചോ എന്നാല് ഹായ്, എത്രയിൽ പഠിക്കുന്നേ? അതെയാ, ക്ലാസ് കഴിഞ്ഞിട്ട് വന്നതാ? ആ അതെയാ. അതെ. അടിപൊളി അല്ലേ? ഞാൻ പ്ലസ് 2 കഴിഞ്ഞു. കറി വെച്ചില്ല വെക്കണം. അതിപ്പോ വിളിക്കും ചപ്പാത്തി ആക്കിയോ എന്നാ കറിയാക്കിയെന്ന് ചോദിക്കും. അപ്പൊ നമ്മള് പറയാ എന്നാ വേണ്ട എന്തെങ്കിലും വരുന്ന കറിയാ വേണ്ട പറഞ്ഞാല് അവർക്ക് ഷുഗർ ഉണ്ട്, അതുകൊണ്ട് ചപ്പാത്തി ഒന്നുമില്ല, അത് ചോറ് കഴിക്കൂല. നിങ്ങൾ എന്റെ ബസ്സിന് വന്ന് പിന്നെ ഇരുട്ടിക്ക് വന്നിട്ടാ? ഇരുട്ടിക്ക് വന്ന് പിന്നെ എന്താ ഇവിടേക്ക് ഇവിടെ നമ്മള് പടിക്കരുന്ന് പേട്ടയ്ക്ക് ഒരു ബസ്സിൽ വന്നു. എന്നിട്ട് ഇരുട്ടിക്ക് വന്നു. പേട്ടന്ന് ഇരുട്ടിക്ക് വന്ന് ഇരുട്ടിക്കുന്ന് കൂറേക്ക് വന്നു. അല്ല ചാലോട് വന്നു. ചാലോടുന്ന് പാവനൂർ കൊട്ടവര് അത്ര 4-5 ബസ് മാറി. അല്ല പേട്ടക്ക് നേരെ ചാലോട്ടിലേക്ക് ബസ് ഉണ്ട്. അതെ അതെ. പണ്ടല്ലേ അമ്മയച്ഛനും വന്നിട്ട് പോകുമ്പോ ബിജു ബസ് ചെയ്ത് കൊടുക്കില്ലേ ചാലോട് നേരെ പേട്ടക്കേക്ക് തന്നെ. നമ്മള് പിന്നെ വണ്ടിയിലെടുത്ത് വരുന്നോണ്ടല്ല, എനക്ക് അറിയില്ല സ്ഥലം അറിയില്ല. എനിക്ക് സ്ഥലം പേട്ട എത്തുമ്പോ എനിക്ക് അറിയോ വണ്ടിക്ക് വരുന്നോണ്ട് ബസ്സിനൊന്നും നമ്മള് വരുന്നില്ലല്ലോ. എനിക്ക് അവിടെ എത്തുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ. ശരി ശരി, ചാലോട് എത്തുമ്പോ പറയേ അല്ലേ? ചാലോട്ടിലും നമുക്ക് മൈലിപ്പം നിങ്ങൾക്ക് ടൗൺ വടക്കര ടൗണില്ലേ അതുപോലെ ചാലോടെല്ലാം അടുത്തല്ല ഇരിക്കൂറേക്കൂല. ഇരിക്കൂറിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ചൂളാട്ടിലേക്ക് വരും, ചൂളാട് നേരെ ഇങ്ങോട്ടേക്ക് നേരെ അടുത്തല്ലേ. അപ്പൊ ഇതേ വഴിയിലല്ലേ ഞങ്ങൾ ഇരുട്ടിക്കുന്ന ചാലോട്ടിലേക്ക് കുറെ പെണ്ണുങ്ങള് നോക്കുന്നത്. ആദ്യം നോക്കുന്നത് അടുപ്പ് അല്ല ചേച്ചി? അപ്പൊ ഇതാ അടുപ്പ് നോക്കി. ഇതിനുള്ളിൽ കണലുണ്ടെങ്കിൽ മതി, വെള്ളം ചൂടായി നല്ല ചൂടുണ്ട്. ഇതാ ഇവിടെ അടുപ്പ്, ഇത് തുറക്കരുത്. ഉപ്പു അത് മാറ്റണം. ഇതിന് ഇത് വിറക് വെക്കാൻ ഇവിടെ ഇതൊരു അവിടെ ഒന്നുണ്ടല്ലേ? അത് കോഴിയല്ല ചൂടാ. കോഴി ചൂടുന്നതല്ല ഇത്.
സാധനം വെച്ചിട്ടുണ്ട്. ഓഹോ, ദോശ ചട്ടി ഇതെല്ലാം നല്ലൊരു ഇതായല്ല, ഒരു പെട്ടി മാതിരി നല്ല രസമുണ്ട്. ഇതിലിങ്ങനെ വെണ്ണൂർ തന്നെ എടുക്കുന്നത്. പിന്നെ ഇതില് ലേശം വിറക് മതി കാരണം അതെ, നല്ല വേഗം ചൂടാവും. ഇവിടെ വെണ്ണൂർ തന്നെ എടുക്കണം. കൈയിട്ട് മന്ദണമൊന്നുമില്ല. ഇവിടെ ആ ഇതാ വെണ്ണൂർ എടുക്കുന്നത്. വെണ്ണൂറുണ്ട് ഇതില്. ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അടുക്കുന്നത് നല്ല ഉണ്ടല്ലേ, നല്ലുണ്ട്. നല്ല സ്റ്റീൽ തുടച്ചാൽ നല്ല വൃത്തിയാവും. ഇതിപ്പോ ഇതെല്ലാം എന്ത് ചേച്ചി അപ്പൊ ചായ എടുക്കുന്നുണ്ട്. മീൻ പൊരിച്ചു പിന്നെ മീൻ കറി, ചപ്പ് വറവ്, ചപ്പ് വറവ്. ഇത് മാത്രം മതി ചോറൂണ്. നമുക്ക് ചോറ് കൃത്യത്തിന്റെ ജീപ്പ് നോക്കുക ഇത് വന്നിട്ടുണ്ടായി. നമുക്ക് സിംനാൻ്റെ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. പാട്ട് പാടണ, ചെറിയൊരു പാട്ട് പാടാം. ಅಂದದ ಚಂದದ ಮೈಕಾರ ಚೆಲ್ಲಿದರು ಮಲ್ಲಿಗೆಯ ಅತ್ರ അറിയുള്ളൂ. പറ മുട്ടായി പറ. ഇതെന്ത് ഇപ്പൊ പറ. ആ ചായ വേണ്ട കുടിച്ചിട്ട് ഇപ്പൊ നാശാക്കിയത്. പുട്ടും കടല പറ പറ ഇത് നോക്കല്ല അപ്പുറം പാടെടുത്തിട്ട് സൈഡാക്കിയിട്ടുള്ളത് ഇത്